അപ്പോൾ ജാതകം എഴുതിയിട്ടുണ്ട്, വാങ്ങിച്ചോളാം. എങ്ങനെയുണ്ട് പണിക്കരെ? നല്ല ജാതകമാണോ മോന്റെ? ജാതകപ്രകാരം മകന്റെ നാളിന് ദോഷമൊന്നുമില്ല. പക്ഷെ അവരെ ചുറ്റിപ്പറ്റിയുള്ളവര് നശിക്കും. അതെന്താ അങ്ങനെ? അതായത് ഈ ജാതകന് ദോഷമൊന്നും സംഭവിക്കില്ല. ഈ ജാതകം വസിക്കുന്നിടത്ത്, ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവൻ ആരെങ്കിലുമായിട്ട് ഇടപെട്ടാലോ ഇവർക്കെല്ലാം നാശം സുനിശ്ചിതം. എത്ര വയസ്സ് മുതലായി ഈ ദോഷം തുടങ്ങുന്നത്? 18 വയസ്സ് വരെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പ്രശ്നങ്ങൾ മൂർധന്യാവസ്ഥയിലാവും. അപ്പോൾ അതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അതെ, 18 വയസ്സ് വരെ കാക്കണ്ട, തുടങ്ങി കഴിഞ്ഞു. എന്താ പേര്? വ്യാസൻ. എത്രാമത്തെ ഇന്റർവ്യൂ? 7ാമത്തെ. മാർക്സ് ഒക്കെ നല്ല ഇംപ്രസീവ് ആണല്ലോ. എന്താ ഗ്യാപ്പ് വീണേ? ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി തീ പിടിച്ച് ചെറുതായിട്ടൊന്ന് കത്തിപ്പോയി. അപ്പോൾ പഴയ ഫയലുകളൊക്കെ പോയി. പുതിയ ഫയൽ വരാൻ വേണ്ടിയിട്ട് 4 വർഷം എടുത്തു. ആക്ച്വലി വന്ന കാൻഡിഡേറ്റ്സിൽ കുറച്ച് ഇംപ്രസീവ് ആയിട്ടുള്ള റെസ്യൂമെയാണ് തൻ്റെത്. അയക്കാം. എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 30. ഹലോ, പറഞ്ഞോളൂ. നമ്മുടെ ഹെഡ് ഓഫീസിൽ റെയ്ഡ് നടന്നു. അത് അവർ മൊത്തം ഫയൽ എടുത്തുകൊണ്ട് പോയി. റെയ്ഡോ? നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ദോഷമാണ്. ബ്രാഞ്ച് ഓഫീസിലൊക്കെ റെയ്ഡ് ഉടനെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്യാൻ പോവുമായിരുന്നു. അപ്പം അയാളോട് എന്താ പറയേണ്ടത്? 3 മാസം വരാം, അപ്പോഴത്തേക്ക് നല്ല ഒന്ന് സോൾവ് ചെയ്യാം. ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് ഇന്റർവ്യൂ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെക്കേണ്ടതായിട്ടുണ്ട്. താൻ മേടിക്കണ്ട, താൻ ആക്ച്വലി സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മാസത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചു തരാം. പേടിക്കണ്ട, എന്തായാലും കിട്ടും. വെയിറ്റ് ചെയ്തോളൂ. എന്തോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മുഖത്തോട്ട് ബ്ലങ്കസാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നേ. അപ്പൊ ഈ ജോലിയും കിട്ടത്തില്ലല്ലോ. എൻ്റെ അച്ഛാ, ജോലി എനിക്ക് കിട്ടി. എൻ്റെ ബയോഡാറ്റയൊക്കെ അവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ ബ്രാഞ്ചിൽ സെയിൽസ് ടാക്സോ ഇൻകം ടാക്സോ എന്ന് പറഞ്ഞ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. തൽക്കാലം ഇന്റർവ്യൂ നടത്തി വെക്കാൻ പറഞ്ഞു. ജോലി കൺഫേം. ഒരു 3 മാസം എന്നെ വിളിക്കുമോ അവര്? 3 മാസം? 3 മാസം വരെ മക്കൾ ഇവിടെ തന്നെ നിൽക്കണ്ടായോ? വല്ല ഹോസ്റ്റലിൽ വല്ലതും പോയി നിന്നാലോ? ഞാൻ എൻ്റെ വീട് വിട്ട് ഇങ്ങോട്ട് പോകുന്നു. മക്കളെ, നീ പഠിച്ച കോളേജ് ഫൗണ്ടേഷൻ വരെ കത്തിപ്പോയി. ഞാൻ കാരണം വന്നു. മക്കള് കാരണമല്ല, പറഞ്ഞതാ. ഒരു കാമുകി കൊച്ചുണ്ടായിരുന്നു ഇല്ലയോ? അതിനെ അവക്കോ ഇഷ്ടമല്ലാത്ത ഏതോ ഒരുത്തൻ കെട്ടിക്കൊണ്ട് പോയി. ഞാൻ കാരണമാണെന്ന് വെച്ചാ? മക്കള് കാരണമല്ല, പറഞ്ഞതേ ഉള്ളൂ. ഈ വീട് അറിയാമല്ലോ, മോനുണ്ടായ ശേഷം 16ാമത്തെ വാടക വീടായത്. ഞാനാണ് മാറാൻ കാരണം. മക്കള് കാരണമല്ല, പറഞ്ഞതേ ഉള്ളൂ. ഒരു വണ്ടി ഉണ്ടായിരുന്നത് CC കാര് കൊണ്ടുപോയി. അത് ഞാനാണോ കാരണം? മക്കള് കാരണമല്ല, അതും പറഞ്ഞതേ ഉള്ളൂ. ആ ആര്യയുടെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഇതുവരെ കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല. അത് മക്കള് കാരണമല്ല, പറഞ്ഞതേ ഉള്ളൂ. ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയപ്പോ പറഞ്ഞങ്ങ് പോയതാ. അപ്പൊ ഇത്രയും വെച്ച് നോക്കുമ്പോൾ മക്കളൊരു കാര്യം ചെയ്യും, കുറച്ച് നാളത്തേക്ക് ഇവിടെ അങ്ങ് മാറി നിൽക്കും. നമ്മുടെ വകയൊരു ബന്ധു ഉണ്ടല്ലോ, തമ്പി. ആ തമ്പി ഒരു ജോലിക്കാരെയും പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി നിന്നാ മതി. നോക്കി നിൽക്കാൻ നഗരജ്യോതിയെല്ലാം കത്തിക്കുന്നുണ്ടോ അവിടെ? ജ്യോതിമോനാവാൻ ചോദിച്ചാൽ ഒന്നണയും ഒന്ന് തുറക്കും എന്നുള്ള രീതിക്ക് ഒരു തള്ള വയ്യാതെ നടക്കുക. അവരൊന്ന് നോക്കിയാൽ മതി. 30,000 രൂപ കിട്ടും. നാട്ടിൽ നിന്ന് മാറി നിൽക്കുക, ആ വീട്ടിൽ ചെന്ന് നോക്കുകയും ചെയ്യും. അധികം നാൾ നിൽക്കേണ്ടി വരത്തില്ല, ചെല്ലുമ്പോൾ ഞങ്ങൾ തീരും. ഇത്രയും നല്ല വിദ്യാഭ്യാസം ചെയ്ത് ഞാൻ വല്ല വീട്ടിൽ അമ്മമാരെ നോക്കാൻ പോയി നിൽക്കാനില്ലേ? എടാ ഒന്ന് മാറി എന്നാ ഞങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ലയോടാ. ഞാൻ പോത്തില്ല. നീ പോയാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടും. വീട്ടുകാർ പറഞ്ഞാലും കാര്യമുണ്ട്.
നീ നാട്ടിൽ നിന്ന് മാറിയിരിക്കാൻ നോക്കും, നിനക്ക് കുറച്ച് ഫ്രഷ് എയറും കിട്ടും, ഒരു എക്സ്പോഷർ കിട്ടും. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് ഞാൻ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അറിയാം. നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോടാ? നീ എൻ്റെ കൂടെ 10-25 കൊല്ലമായി, എനിക്ക് ഇന്നുവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ വീട്ടുകാരും നാട്ടുകാരും പറയുന്നതെന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ജോലിയൊന്നും കിട്ടാത്തത്. അത് കാര്യമാക്കണ്ട. ഈ ഇത്രയും കൊല്ലമായിട്ടും 5-6 സപ്ലിമെൻ്റ് ബാക്കി കിടക്കുക. പിന്നെ ആപ്ലിക്കേഷൻ മാത്രം ഇട്ടുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ജോലി ഇട്ടണ്ടേ, ഒരു കാര്യമില്ല. അല്ലടാ, ഞാൻ ഈ ഇത്രയും വിദ്യാഭ്യാസം വെച്ച് വീട്ടുജോലിക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞ് നീ ഇതിനൊരു വീട്ടുജോലിയായിട്ട് കാണണ്ട. നമ്മളെയൊക്കെ അച്ഛനും അമ്മയാണെങ്കിലും ഒന്ന് വീണ് കിടത്താൻ നമ്മൾ തന്നെ നോക്കണ്ടേ. അങ്ങനെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിനൊരു സേവനമായിട്ടാണ്. ഇപ്പൊ പോവല്ലേ? ഓ ധൈര്യമായിട്ട് വീട്ടുവാ. നീ എന്തോ ഇടുന്നേ? ഞാൻ വളം ഇടുന്നു. ഞാൻ ഇട്ടോട്ടെ? ഇവിടെ എല്ലാം തീർച്ചാ, നീ അപ്പുറം ഇടും. അപ്പുറത്തിടാ. ദൈവമേ, ഇവിടെ ഇനി കുഴപ്പമൊന്നും വരല്ലേ. അയ്യോ, അതും പോയോ? ദൈവമേ, 1-2 അല്ലല്ലോ, 10-15 ലക്ഷം രൂപയാണല്ലോ പോയത്. സെക്രട്ടറി കറ്റാക്കോ? യോ, അടുത്ത മാസമെങ്കിലും ആ ചിട്ട് പൈസ എനിക്കൊന്ന് ശരിയാക്കി തരണേ. ഞാൻ അത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്നാ വയ്ക്ക്. മൂക്കറ്റം വന്ന മുട്ട ബിരിയാണിയാണല്ലോ ഭഗവാനെ തട്ടിത്തെറിപ്പിച്ചത്. കഷ്ടകാലം കോടാലിയും പിടിച്ചങ്ങ് വരുക. ആരാ? ഞാനിവിടെ 3 മാസത്തേക്ക് ഇവിടെ വയ്യാതെ കിടക്കുന്ന അമ്മച്ചിന്നൊക്കെ ആളെ വേണമെന്ന് പറഞ്ഞില്ലേ? ഓ, അയാളാണോ? എന്താ രാത്രിയായി പോയേ? വണ്ടി കിട്ടിയില്ല, ലേറ്റായി. എന്നാ വാ, കേറി വാ. 87 വയസ്സുള്ള ഒരു അമ്മച്ചിയെ നോക്കാൻ ഞാൻ വിളിപ്പിച്ചത്. ഒറ്റക്കാലം നിൽക്കാതെ കേറി വാ. ഹലോ, എന്തോ മോളെ, ജോലി പോയെന്നോ? അയ്യോ, എന്തോ മോളെ, ഇത് എന്തൊരു ഗ്രഹപ്പഴയാ. മക്കൾ വിഷമിക്കണ്ട, മക്കൾ ഇഞ്ഞ് കയറി പോരെ. ഇഞ്ഞ് വന്നാട്ടെ. ഓ എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം ഇത് എന്തോ ഒരു കഷ്ടകാലമാ, ചറവറ കഷ്ടകാലമാണല്ലോ. ഇതെന്തിനാ പമ്മി ഇങ്ങനെ വരുന്നേ? ഇങ്ങോട്ടിങ്ങ് വാ. ഇതിപ്പോ അമ്മയെക്കാട്ടില് നടക്കാൻ വയ്യാലോ. വാ ഇങ്ങോട്ട്. ഇവിടെ ഒരു അമ്മച്ചി കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ അമ്മേ. ഓടക്കുന്ന ബെഡ്ഷീറ്റിന്റെ കളർ കൊണ്ടാ കാണാനൊക്കാത്ത. ഇത് തല വെട്ടി വെച്ചേക്കുന്നേ? തല വെട്ടി വെച്ചേക്കാൻ അത് പ്രതിമയൊന്നുമല്ല, അത് ജീവനുള്ള ഒരു അമ്മയാ കിടക്കുന്നത്. അതൊന്നു ഷീറ്റ് മാറ്റി നോക്കാം, അന്നേരം കാണാം. ഞാൻ എന്തോ അമ്മേ ചെയ്യണ്ടേ? നീ എന്തോത്തിനെ വന്നേ? അമ്മമ്മ നോക്കാൻ. അല്ലാതെ അമ്മമ്മ എടുത്തോണ്ട് 300 മീറ്റർ അങ്ങ് ഓടിയൊന്നും വേണ്ട. അല്ല, ഞാൻ എന്തോ ചെയ്യണ്ടേന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ അങ്ങ് ചെയ്യായിരുന്നു. എന്തൊക്കെ ചെയ്യണ്ടേന്നോ? അമ്മമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, അമ്മമ്മയെ ഒന്ന് തുടപ്പിക്കണം, അമ്മമ്മയെ എഴുന്നേറ്റ് പിടിച്ച് ഇരുത്തിയിട്ട് അമ്മമ്മയുടെ ഡയപ്പർ ഊരണം, അതുപോലെ തന്നെ മലം മൂത്രം ഇതെല്ലാം എടുക്കണം. ഇതൊക്കെ ഞാൻ വേണം അമ്മ ചെയ്യാൻ? നിനക്ക് ശമ്പളം തന്ന് ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ഞാനാണോ ചെയ്യേണ്ടത്? ഞാൻ എത്രയോ ദിവസം കൊണ്ട് കിടന്നുകൊണ്ട് കഷ്ടപ്പെടുക. 3-4 ദിവസത്തെ മലവും മൂത്രം ഇതിനകത്ത് കിടപ്പുണ്ട്, അതെല്ലാം എടുക്കണം. ഞാൻ മൂക്കി പഞ്ഞി വെച്ചുകൊണ്ട് ശ്വാസം പിടിച്ച് നിൽക്കുക. ഞാൻ അറിയാവോ? എൻ്റെ റൂം എവിടെ അമ്മേ? മേളിലാണോ? അയ്യോ, മേളത്തെ നില റൂമുണ്ട്, അതിനകത്ത് 2 AC വെച്ചിട്ടുണ്ട്, സപ്രമഞ്ചക്കട്ടിലും ഉണ്ട്, പോരാങ്കരി ഊഞ്ഞാലും കെട്ടിയിരിപ്പുണ്ട് ആടാന്. അവിടെ ഞാനെന്നാ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആവാൻ പോന്ന നിന്നെ പിന്നെ എന്തോ തന്നെ കൊണ്ടുവന്നത്? നീ ഇവിടെ കിടക്കേണ്ടത്. ഞാൻ വിചാരിച്ച് ഈ കട്ടിൽ അമ്മയ്ക്കുള്ളതാണ്. നിനക്കുള്ള കട്ടില ഇത്. നീ ഇവിടെ അമ്മമ്മയുടെ കൂടെ ഇവിടെ കിടന്നാ മതി. ഞാൻ പോയി മേളിൽ ആ സപ്രമഞ്ചക്കട്ടിലെ പോയെന്ന് കിടക്കട്ടെ, നല്ലപോലെ ഒന്ന് ഉറങ്ങട്ടെ. പിന്നെ ഉറങ്ങാൻ പാടില്ല. എന്താ? അതല്ല, നിനക്ക് അങ്ങ് അറ്റം ചെന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണടച്ചും ഒരു കണ്ണ് തുറന്നു വേണ്ടി ഇങ്ങനെ ഇരിക്കണം. അമ്മമ്മ നോക്കിയിട്ടുണ്ട്. ഞാൻ ആക്ഷൻ കാണിച്ചതാടാ നിന്നെ. മനസ്സിലായോ പൊന്നു മോനെ? മനസ്സിലായി. മനസ്സിലായോടാ? മനസ്സിലായി, മനസ്സിലായി. എൻ്റെ ദൈവമേ. അമ്മുമ്മേ, അയ്യോ, ഇതെന്തോ സോംബിയ? എനിക്ക് പേടിയ. അമ്മേ, അയ്യോ അമ്മേ.
മനമ പിത്ത പിത്താത്ത് മനമ പിത്ത പിത്താത്ത് പോയേ പോയേ ആർന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം കുടിച്ചേ, കുറച്ച് കുറച്ച് കുറച്ച്. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ആ എൻ്റെ പൊന്നു പെണ്ണുമ്പോൾ നിങ്ങളെ 2-3 മണിക്കൂർ ഞാൻ ബാത്റൂമിൽ ഒറ്റ നിപ്പി പിടിച്ചുകൊണ്ട് നിർത്തിയതല്ലേ? അപ്പോഴെങ്ങും നിങ്ങൾക്ക് ഈ ഡോൾബി സൗണ്ട് കേൾപ്പിക്കണ്ടായിരുന്നു. കഞ്ഞി തരിക, സ്പോട്ടിൽ ദയിപ്പിക്കുക, ഡയപ്പറിനകത്ത് കളയുക. എന്നെ കൊണ്ട് വയ്യ ബാത്റൂമിൽ കൊണ്ടുപോകാൻ കഴിവാൻ. അതിനകത്ത് കിടക്കട്ടെ, നാളെ രാവിലെ പറ്റും. ഞാൻ കുളിച്ചു പോയി. ആ സോമ്പി കയറി അവിടെ ഇട്ട് വിറപ്പിക്കത്തേ ഉള്ളൂ, ഞാൻ എടുക്കത്തില്ല. വെറുതെ വിറപ്പിക്കുക. ആ അപ്പം അറിയാൻ നടത്താൻ. എൻ്റെ വിശപ്പം കെട്ട്. അമ്മേ അമ്മേ അമ്മേ, താനെന്താടാ ഇവിടെ? മേഡം എന്തോ അവിടെ? ഇതെന്റെ വീടല്ലേ? അയ്യോ, അന്ന് ജോലിക്ക് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ അമ്മൂമ്മയെ നോക്കാൻ വേണ്ടി വീട്ടിൽ കയറിയായിരുന്നു. ആ താനായിരുന്നു ഇത്. എന്നിട്ട് അമ്മൂമ്മ ഇവിടെ നല്ലോണം നോക്കുന്നുണ്ടോ? പിന്നെ നല്ലോണം നോക്കുന്നുണ്ട്. സന്തോഷം. മേഡം 3 മാസം ഗ്യാപ്പ് പറഞ്ഞായിരുന്നു. എൻ്റെ ജോലി എന്തേലും ശരി. അപ്പൊ താൻ അറിഞ്ഞില്ലേ എന്റെ അവിടുത്തെ ജോലി പോയി? മേഡത്തിന് ജോലി പോയോ? വേറെ ജോലി കിട്ടിയോ മേഡം? ഒരു ഇന്റർവ്യൂ ഞാൻ പാസ്സായതാ, ജോലി കിട്ടുമെന്ന് വിചാരിച്ചേ. പക്ഷെ അവസാന നിമിഷമായപ്പോ പോയി. എന്തോ കഷ്ടകാലം കൂടിയേക്കോ. മേഡത്തിന് ആ ജോലി ശരിയാകുമ്പോൾ എന്നെയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ കയറ്റാൻ പറ്റൂ? അവിടെ ആദ്യം എനിക്ക് കിട്ടുമെന്ന് നോക്കണം, തനിക്കുണ്ടാക്കി തരാം. ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലേ? എന്നെ കൊല്ല്. കഞ്ഞി എടുത്തു കൊണ്ടുവരൂ. നിന്റെ ജോലി പോയടാ. അതെന്തോമ്മേ? അമ്മാവിയമ്മ മനസ്സിലായില്ല. തീർന്നു. അയ്യോ, ഞാൻ ഇത്രയും നാളും നോക്കിയ അമ്മ എന്നിട്ട് അമ്മ എന്താ സങ്കടമില്ലാത്തതിനെ കൊണ്ടിരിക്കുന്നേ? ഡാർക്ക് കോമഡിയാടാ പുല്ലേ, ഇപ്പത്തെ ട്രെൻഡ് ഇതാ. ഇപ്പം അടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പാവമ്മേ. നീ പോകാനോ? നീ 3 മാസത്തേക്കല്ലേ വന്നേ? 2 മാസമല്ലേ ആയുള്ളൂ. നീ 1 മാസം കൂടെ ഉണ്ടല്ലോ. നീ ഇവിടെ നിൽക്കടാ, എനിക്കൊരു സഹായമായിട്ട്. നീയേ എൻ്റെ ഫോൺ ഇങ്ങോട്ട് എടുക്ക. ഞാൻ കരഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് വിളിച്ചു പറയട്ടെ. അതെന്തോമ്മേ? ഡാർക്ക് ഞാൻ കഞ്ഞി ഉണ്ടോ? ഞാൻ കുടിച്ചോളാം. എന്തുവാ ആശ്വാസമായി. എന്താ വിശ്വാസം? നമ്മുടെ മോൻ ഇവിടുന്ന് ഇറങ്ങിയത് മുതൽ നമുക്ക് നല്ല കാലമാ. എന്ത് മനുഷ്യ? നമ്മുടെ ചിട്ടി അടിച്ചടി. ചിട്ടി അടിച്ചു. 16 കൊല്ലം അടിക്കാറുന്ന ചിട്ടി ഇന്ന് അടിച്ചു. ഈ വർഷം ഉത്സവം നടക്കത്തില്ല. ഇനി 5 വർഷത്തേക്കും ഇല്ലെന്ന് ഉത്സവം. എന്തോ പറ്റി? എന്തുവാണോ എനിക്കറിയത്തില്ല. അങ്ങനെ ആ ദേവപ്രശ്നത്തിൽ പറയുന്നത്. ഇനി ഞാൻ എന്തെങ്കിലും ദോഷം ചെയ്തതാണോ, എനിക്കിതെന്തുവാണോ, എനിക്കൊന്നും അറിയത്തില്ല. ഈ ക്ഷേത്രം എന്ന് പറയുമ്പോ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ താങ്കളുടെ കുടുംബക്ഷേത്രം തന്നെ. അത് കൂട്ടിക്കിടക്കുമല്ലായിരുന്നു? ശരിയാന്നല്ലോ, 15 വർഷമായല്ലോ. ഇപ്പൊ എന്തോ പറ്റി? ബദ്രിനാഥിലെ കേദാർനാഥിൽ നിന്നും ഒരു നമ്പൂതിരി പ്രശ്നം വെച്ചു. അപ്പോൾ പറയുന്നത് വിഗ്രഹം ഒന്ന് കുളിപ്പിച്ച് വിളക്ക് വെച്ചാൽ പ്രശ്നങ്ങളെല്ലാം തീരും. വലതുകാലം വെച്ച് ഇറങ്ങിയപ്പോൾ ഐശ്വര്യം കയറി വരുന്നത് കണ്ടു. അയ്യോ, എനിക്കങ്ങ് തീരെ വയ്യ. എൻ്റെ ശരീരത്തിൻ്റെ അങ്ങ് ഭയങ്കര തളർച്ചയും ശരീരം മൊത്തം ഇടിച്ചു വാരിയ വേദനയൊക്കെ. കുറേ ദിവസം കൊണ്ടേ എനിക്കങ്ങ് ക്ഷീണവും തളർച്ചയും ഒക്കെയാ. ഒന്നുമില്ല, ഭയങ്കര ആരോഗ്യം. ഒറ്റയ്ക്കില്ല എടുത്ത് വെച്ചത്. എന്റെ ദൈവം, എന്റെ പൊന്നിനെ ചേട്ടാമാരാ. ഇപ്പം വന്നതിന്റെ എല്ലാ പ്രതീകങ്ങളും ഉണ്ട്. വെല്ലടിച്ചിട്ട് വേറെടി. പിന്നെ വെല്ലടിക്കാം, നമ്മുടെ വീട് തന്നെയാണ്. ഇതെവിടെ വെക്കും? ഇത് അവിടെ വെക്ക്, തലയിലോട്ട് വെക്ക്. ചേട്ടാ, ഒരു ശവം കരിയുന്ന വാട വരുന്നുണ്ടോ? കൊന്നാന്നേനി. അവിടെ നിൽക്ക്. എന്തോ അവിടെ ഇരി മോനെ, അടുത്തോട്ട് വരണ്ടേ? എന്താന്ന് അറിയത്തില്ല മോനെ. മോൻ പോയപ്പോ തൊട്ട് അവിടെ ഭയങ്കര നല്ല കാലം. ഇവിടെ ഉള്ളവരൊക്കെ എന്തിയേ? മരിച്ചാ? എല്ലാരും മരിച്ചോ? എല്ലാരും അല്ല, ഇവിടെ ഉള്ള അമ്മമ്മ മരിച്ചുപോയി. പിന്നെ അമ്മയും മോളും ഉണ്ട്. ആ മോള് ജോലി അന്വേഷിച്ച് അങ്ങോട്ട് പോയി. കിട്ടിയത് തന്നെ. അമ്മയ്ക്കാണെ വയ്യായിരുന്നു. അവരെ കൊണ്ട് രാവിലെ ആശുപത്രിയിൽ പോയപ്പോൾ അവർക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയി.
ശവപ്പെട്ടി വാങ്ങിക്കാനായിരിക്കും. നിങ്ങളെന്ത് പതിവില്ലാതെ ഇങ്ങോട്ട് വന്നേ? എടാ നീ ഇല്ലയോ പറഞ്ഞേ ഈ അടുക്കളയില് പിന്നെ ഉഴുന്നും പരിപ്പും തൊമരയും കടലയും എല്ലാം പല പല പാത്രത്തിലാണ്, നിനക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിന്റെ പേരും പറഞ്ഞ തള്ള നിന്നെ വഴക്ക് പറയുവാന്ന്. അടുക്കള കയറി കഴിഞ്ഞാൽ ഓരോ പാത്രം എവിടാന്ന് എനിക്കറിയാവോ വെച്ചാ? ഇതൊക്കെ എവിടെങ്കിലുമൊക്കെ കൊണ്ടുവെക്കും. ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അവരെന്നെ തെറി വിളിക്കും. അച്ഛൻ അതിനു വേണ്ടി കൊണ്ടുവന്നതാണ് സാവോട്ട്. മക്കളെ, ഇതാണ് നമ്മ സാവോട്ടിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത ഗ്രേനേ ബീൻ. 6 ട്രേ ഉള്ള കമ്പാർട്ട്മെന്റാ. ഓരോ കിലോ വെച്ച് ഓരോ കമ്പാർട്ട്മെന്റ് നമുക്ക് ഇടാൻ പറ്റും. അതായത് പരിപ്പ്, പയറ്, ഉഴുന്ന്, നിനക്ക് എന്താണ് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഈ സ്വിച്ചിൽ അമർത്തി കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പമാ. തന്നെ ഇതിൽ വന്ന് വീഴും കണ്ടോ, ഇതിങ്ങ് എടുത്താൽ മതി. 10 മുട്ട വിശാലമായിട്ട് വെക്കാം, ആവശ്യമുള്ളത് കറക്കി എടുത്താൽ മതി. സ്ഥലവും ലാഭം, അടുക്കളയും വൃത്തിയായിട്ടിരിക്കും. എന്റെ മക്കൾ ഇത് അന്വേഷിച്ച് ഇനി അങ്ങോട്ട് വരണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അമ്മ മോൻ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുതരാം, അവർക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അല്ല, ഞാനിതങ്ങോട്ട് മേടിക്കാൻ വരാതിരിക്കുവായിരുന്നു. അതറിയാലോ, അതുകൊണ്ടല്ലേ ഇതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ. ഇതെടുത്ത് കൊടുക്കാം അവൻ്റെ കയ്യിൽ, ഞാൻ പാക്ക് ചെയ്യാം. ആരാ? അയ്യോ തള്ള അല്ല അമ്മ. ഞങ്ങള് സാവോട്ടും കൊണ്ട് വന്നതാ. ഇവന്റെ അച്ഛനും അമ്മയുമാ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? അതിനിവിടെ പ്രസക്തി ഇല്ല. ഒത്തിരി നേരമായ വന്നിട്ട്. ഓ ഇല്ല, എന്നാലേ പോകുമ്പോ ഞാൻ ഇവനെ കൂടെ അങ്ങ് കൊണ്ടുപോകണം കേട്ടോ. അതെന്തിനാ? അവനോട് നിക്കട്ടല്ലേ. അതെ, ഞാനേ വരുന്ന വഴിക്ക് ജോത്സനെ ഒന്ന് കണ്ടായിരുന്നു. അപ്പൊ അമ്മ ജോത്സ്യനെ കാണാനാണോ പോയത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട്? ആണടാ, ഞാൻ ഇടയ്ക്ക് ജോത്സ്യനെ കാണാനും പോയി. ആ ജോത്സ്യം പറഞ്ഞു എനിക്കൊരു വലിയ ദോഷം വന്നു പെടുന്നെന്ന്. ആ ദോഷവാ ദാണ്ട് ഈ ഇരിക്കുന്നവന്. കുഞ്ഞിവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അയ്യോ, ഒരു കുഴപ്പവും ഇല്ലേ. 8 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ തളർന്നു കിടന്ന എന്റെ അമ്മാവിയമ്മയാ പെട്ടപ്പടക്കനെ ഠോന്നും പറഞ്ഞോണ്ടങ്ങ് പോയി. അതൊക്കെ സ്വാഭാവികമല്ലേ? അയ്യോ ആനേ, എനിക്കില്ലാത്ത അസുഖങ്ങളില്ല. പയർ പോലെ നടന്നതാ, ഇപ്പൊ വള്ളിപ്പയർ പോലെ അങ്ങായി. മരുന്ന് കഴിക്കാത്ത ഞാനിപ്പോ മരുന്ന് കഴിച്ചു തുടങ്ങി. എന്റെ മോടെ ജോലി പോയി. അത് സാരമില്ല, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടല്ലോ. അയ്യോ, ഒരുപാടങ്ങ് ഇറങ്ങിപ്പോയാലേ എന്റെ മുട്ടിന് തേയ്മാനമാ, കേറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താട്ടെ, ഉപകാരമുള്ള ഈ സാബുമോനെ ഇവിടെ വെച്ചും വെച്ച് ഒരു ഉപകാരവും ഇല്ലാത്ത ഇവനെ അങ്ങ് കൊണ്ടുപോയിക്കാട്ടെ കേട്ടാ. പറഞ്ഞു കേട്ടില്ലേ, ഉപയോഗമുള്ളത് വെച്ചിട്ട് ഉപയോഗമില്ലാത്തത് കൊണ്ടുപോകാൻ. ഇതൊക്കെ എങ്ങനെ ഇവിടെ കൊടുത്തിട്ട് പോകുന്നേ? അറിയാ കർണന്റെ ഈ വളമിട്ടോ എല്ലാം നശിച്ചടാ. വെള്ളം കയറി നാശമായി. ഇതാ നോക്ക്, ആ സമയത്ത് ഞാനിട്ടോ നോക്കടാ. എടാ എടാ നീ ഇട്ടോണ്ടല്ലടാ വെള്ളം കയറി ബണ്ടും പൊട്ടി നാശമായടാ. നീ മാൻഡ്രാക്കടാ, നീ മാൻഡ്രാക്ക് തന്നെ. നാട്ടുകാർ പറഞ്ഞേ ശരിയാ. നിന്നെ നോക്കിക്കോ, 25 കൊല്ലം ഞാൻ ജീവനോടുള്ള ഭാഗ്യടാ, ജീവനോടുള്ള ഭാഗ്യം. അളിയെ ഞാൻ അങ്ങോട്ട് നീ ഒരു അടി മുന്നോട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ പന്നിക്ക് വെച്ചങ്ങനെ കരണ്ട് കയറി കട്ടിക്കും. അനങ്ങരുത് ഓ ഓ ഓ നാശമാണല്ലോ, ജീവിക്കാനോ സമ്മതിക്കല്ലോ. കളിച്ചാൽ എന്തായിരുന്നു? മകനൊരു കല്യാണാലോചന നോക്കാൻ വേണ്ടി പയ്യന്റെയും പെൺകുട്ടിയുടെയും ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, പെണ്ണിന്റെ ജാതകം ഇല്ല, കല്യാണമൊന്നും ആയില്ല. അപ്പം പയ്യന് ചേരുന്ന നാളെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ആ നാളുകാരായ പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എന്നാ ജാതകം തന്നാട്ടെ. പണിക്കര് തന്നെ എഴുതിയ ജാതകമാ. അയ്യോ അയ്യോ അയ്യോ, ഇത് ഞാൻ എഴുതിയ ജാതകം തന്നാ. പിടിച്ച പിടിച്ച പിടിച്ച. എന്താ പറ്റി? ആ ഞാൻ എഴുതിയതാ. ഇത് എഴുതിയതിനൊക്കെ ശേഷം ഞാൻ ഗതി പിടിച്ചിട്ടില്ല. അന്ന് ഈ ജാതകം നിങ്ങളുടെ കയ്യിലോട്ട് തന്നതിന് ശേഷം എൻ്റെ 3 പശുക്കളാ തൊഴുത്ത് ചത്ത് വീണത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ പെണ്ണും പിള്ള വരെ 2 കൂടെ ഒളിച്ചോടിപ്പോയി. ഭാര്യ ഒളിച്ചോടിപ്പോയത് ഇവന്റെ കുഴപ്പമാണോ? അതെൻ്റെ കൂടെ കുഴപ്പമാ. ഞാൻ ഈ ജാതകം എഴുതാൻ പാടില്ലായിരുന്നു. സംഭവിച്ചതല്ല, സംഭവിച്ചു. പണിക്കര് ഇങ്ങനൊന്നും പറയല്ലേ, ഒന്ന് സമയം നോക്കി പറഞ്ഞതാ. ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മോനല്ലേ, ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ കല്യാണത്തോടു കൂടി ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ജാതകം അയ്യോ എന്നെ തരല്ലേ, അവിടെ പോയി എനിക്കെല്ലാം ഓർമ്മയുണ്ട്.
ചെറുക്കൻ്റെ നാള് തിരുവാതിര. അയ്യോ അല്ല, പുണർതം. അയ്യോ, കണക്കും പ്രകാരം ഇതാ ശരി, തിരുവാതിരയാ ചെറുക്കൻ്റെ നാള്. പണിക്കൊരു നാള് കുറിച്ച് പുണർതവും അതനുസരിച്ചല്ലേ ജാതകം എഴുതിയത്. തിരുവാതിരയുടെ അവസാന നാഴികയും പുണർത്തിൻ്റെ ആദ്യ നാഴികയിലാണ് ഈ ജാതകം ജനിച്ചത്. തിരുവാതിരയാണ് നാള്. അതുകൊണ്ട് ഈ 2 നാളിൻ്റെയും പിന്തുണയുണ്ട് ഇദ്ദേഹത്തിന്. അപ്പൊ ഈ പറയുന്ന ദോഷമൊന്നും ചെറുക്കനില്ലേ? ഈ 2 നാളിൻ്റെയും കൂടെ പാപകരമാണ് ഈ ജാതകത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനപ്പുറത്തെ ദോഷമാണ് ഇനി വരാതിരിക്കുന്നത്. ഈ അനുഭവിച്ചൊന്നും അല്ലേ ഇനി അനുഭവിക്കാൻ പോകുന്നത്. കല്യാണം ഇപ്പോഴേ നോക്കേ വേണ്ട. അപ്പൊ ഈ നാളെ ഏതാണെന്നാ പറഞ്ഞേ? തിരുവാതിര. തിരുവാതിര നക്ഷത്രത്തിന്റെ തിളക്കം കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അസ്വാഭാവികമായി കുറയുന്നു. അവനത് പറഞ്ഞപ്പോ തൊട്ട് നക്ഷത്രം വരെ ഇല്ലാതാവുക ചേട്ടാ. എന്തൊരു ഗതി കെട്ടവനവൻ. ഈ നക്ഷത്രത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്കറിയത്തില്ല. അവനെ ചുറ്റി നിൽക്കുന്ന എല്ലാവർക്കും കഷ്ടകാലവാ അനുഭവിക്കും. മുടി ഞാൻ മെയിനായിട്ട് വന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പഞ്ചായത്തിൽ പരാതി കിട്ടിയിട്ടുണ്ട്. അതാരാ? ഞാൻ തന്നെ. ഇതിനൊരു തീരുമാനം നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇവിടുന്ന് പറഞ്ഞ് വേറൊരു വീട്ടിൽ വിട്ടു. അവിടെ ഉച്ചോട് മുടിച്ചു കെട്ടിക്കാൻ നോക്കി. പക്ഷെ നാള് പോലും അന്തരീക്ഷത്തിൽ ശൂന്യാവുന്ന അവസ്ഥയിലേക്കാ. ഇനിയിപ്പോ മെമ്പർ തന്നെ ഒരു തീരുമാനം പറ, ഇതിന് എന്തോ ചെയ്യണമെന്ന്. എന്റെ തീരുമാനം അനുസരിച്ച് അതിന് പുള്ളി കുത്തി കഴപ്പുറത്തെല്ലാം കെട്ടിയിരുത്തണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുവാൻ കയറിയിരിക്കെ ഡോക്ടറിന് കൊടുക്കണ്ടോ? വല്ല കാനഡയിലോട്ടോ ദുബായിലോട്ടോ. അല്ല, അങ്ങനെ കടത്തുവാണെങ്കിൽ അവരെ പിരാക്ക് നമ്മൾ കേൾക്കത്തില്ലയോ? അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യാസമാണോ? ജാതകം ഒന്നും ഫലിക്കത്തില്ല. അതാലോചിക്കാം. ചുമ്മാ അങ്ങ് കടത്താൻ പറ്റുമോ? ജോലി എന്തെങ്കിലുമൊക്കെ ആവണ്ടായവന്. ഞാൻ റെഡിയാക്കി തരാം. സമ്മതം. നല്ല വിദ്യാഭ്യാസമുള്ള ചെറുക്കനാ. എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താം. അയ്യോ, ഒന്നും പറയാതെ പോയത് കണ്ടോ? മൗനം സമ്മതം. അതുകൊണ്ടാ പെട്ടെന്ന് കയറ്റിവിടാം. നല്ല കാര്യം. ഞാൻ പോവാ. പോയിട്ട് വാ മോനെ. ഞാൻ പോകുന്നത് നിങ്ങൾക്കൊരു വിഷമമില്ലേ? വിഷമം ഉണ്ടോന്നോ? ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. എന്തായാലും നല്ലത് വേണ്ട ഇല്ലയോ? ആരുടെ? ഞങ്ങളുടെ നാട്ടുകാർ പറയുന്നത് ഞാൻ സഹിക്കാം. പിന്നെ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെ? ഞങ്ങൾ എങ്ങനെ മോനെ ഇങ്ങനെ കാണിക്കാതിരിക്കുന്നത്? ഞങ്ങൾക്ക് ജീവന് പേടിയില്ലയോ? ഓഹ് ഭയങ്കര. നമ്മളെ വണ്ടി ശരിയാക്കി. വണ്ടി വന്നപ്പോഴേ പെട്ടിയൊക്കെ ആറിനകത്ത് വെച്ചിട്ടുള്ളൂ. മോനെ അങ്ങോട്ട് അങ്ങ് തന്നാൽ മതി. ഞങ്ങൾ കൂടെ വരുന്നില്ല. നിങ്ങൾ വരുന്നില്ല. നീ പോകുന്നത് കാണാനുള്ള ശക്തിയാക്കില്ലടാ. ഇങ്ങനെ ഒരു തന്തയം തള്ളേ ജനിപ്പിച്ച് വെച്ചേക്ക് ഒരുത്തന്നെ. കൂടെ പോയിട്ട് വേണം വണ്ടി ചാവാൻ നമുക്ക്. സ്വന്തം തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. എൻ്റെ അടുത്ത് HD ആക്കണം. HD ആക്കിയാൽ നടക്കും. ആ HD ആയിരുന്നു. കണ്ണാടി കറക്റ്റ് ആണല്ലേ? എനിക്ക് കണ്ണാടി കറക്റ്റ് അല്ല. ഇതെന്റെ കണ്ണ എടുത്ത് വെച്ച് നോക്കട്ടെ. 2-3 എണ്ണം നിങ്ങൾ തച്ചിപ്പിച്ചു. നീ വെക്കാത്തോണ്ടല്ലേ ഞാൻ അടുത്ത് വെച്ചത്. TV കാണുമ്പോൾ ഞാൻ വെക്കാറില്ല. അങ്ങോട്ട് TV നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ തൊട്ടാണോ ചേച്ചു? എന്റെ മോന്റെ വീട് തന്നെ. ആ പോയിട്ട് വിളിച്ചില്ല. 2 ദിവസം ആണല്ലോ പോയിട്ട്. അവൻ പോയിട്ടൊന്ന് സെറ്റ് ആവട്ടെ. വെട്ടം പിടിക്കാതെ. പ്രസവിക്കാൻ കിടക്കല്ലോ ചെറുക്കൻ. ആയാ മതി. വെറ്റാവും. എന്തുവാ ആ വിളിക്കുന്നു. ഇതാരെ? അവനാണോ? അല്ലല്ല, വിനോദാന്നുണ്ട്. എന്താടാ? എന്തിന് അവള് അവക്ക് എന്തുവാ? ആ സോദരനാണെന്ന് കേസ് കൊടുത്തു. ആ എന്റെ കുടുംബ വീട് കിട്ടാൻ വന്നിരുന്നില്ലയോ? അവള് കോടതി കൊണ്ട് കേസ് കൊടുത്തു, സുപ്രീം കോടതിയിൽ. വീണ്ടും ആടെ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുന്നു. എത്രാമത്തെ വർഷം? എനിക്ക് വയ്യ ഓണം വീട്ടില് കിട്ടിയെന്ന് വിചാരിച്ച കുടുംബ വീട് ഇവിടെയൊക്കെ. ഇങ്ങനൊരു പ്രശ്നം എല്ലാം ഒഴിഞ്ഞു പോയതല്ലേ? നോക്ക്. നീ എന്താ ഇവിടെ? എൻ്റെ വീട് എനിക്ക് വന്നൂടെ? അതല്ല, ഇപ്പൊ ഗൾഫിൽ പോയിട്ട് അധിക ദിവസം ആയില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നതിന്റെ ഉദ്ദേശം. ഞാനിവിടെ നേരെ ഫ്ലൈറ്റ് കയറി എയർപോർട്ടിൽ ഇറങ്ങിയപ്പം
അവിടെ ഏതാണ്ടൊക്കെ പ്രശ്നം. ഇന്ത്യൻ എംബസി പറഞ്ഞ് നേരെ തിരിച്ചു കയറി പൊയ്ക്കോളാൻ. പ്രശ്നോ? അവിടെ എന്ത് പ്രശ്നം? അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. യുദ്ധം എന്നത് ഇനി എത്രത്തോളം വ്യാപിക്കും, എത്ര ദിവസം മുന്നോട്ട് പോകും എന്നതിലാണ് ഇനി വ്യക്തത കൈവരേണ്ടത്. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ നീ എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ശരിക്കും ഹാൻഡ് റൈക്ക് ആണോ?